നമസ്കാരം, എല്ലാവർക്കും കേരളികം പ്ലസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്ന് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് PC ജോർജിൻ്റെ ഇന്ന് വന്നിട്ടുള്ള ഏറെ പ്രധാനപ്പെട്ട ഏറെ സുപ്രധാനമായ ഒരു അതുമായി ബന്ധപ്പെട്ട് ഉൾത്തിരിഞ്ഞ് വരുന്ന ചർച്ചകളും വിഷയങ്ങളുമാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ പരിശോധിക്കുന്നത്. ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് അടിക്കുക. നേരെ ഈ വാർത്തയിലേക്കും ഈ വിവരങ്ങളിലേക്കും അഭിപ്രായങ്ങളിലേക്കും നമ്മൾ കടക്കുകയാണ്. രാഷ്ട്രീയ കോമരങ്ങൾ കേരളത്തിന് മാനക്കേട്. PC ജോർജിന് കത്തോലിക്ക കോൺഗ്രസിൻ്റെ കടുത്ത മറുപടി എന്നുള്ള വാർത്തയാണ് ഇപ്പോൾ അവിടെ നിന്ന് വരുന്നത്. മെത്രാന്മാർക്കെതിരെ അതിരൂക്ഷ ഭാഷയിൽ വിമർശനം ഉന്നയിച്ച PC ജോർജിന് ശക്തമായ മറുപടി നൽകി കത്തോലിക്ക കോൺഗ്രസ്. രാഷ്ട്രീയ പ്രവർത്തനം എന്നത് എന്തും വിളിച്ചു പറയാനുള്ള ലൈസൻസ് അല്ല എന്നാണ് കത്തോലിക്ക കോൺഗ്രസ് ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത്. കോമരങ്ങൾ കേരള രാഷ്ട്രീയത്തിൽ തന്നെ വലിയ മാനക്കേടാണെന്നും കത്തോലിക്ക കോൺഗ്രസ് തുറന്നടിക്കുന്ന സാഹചര്യം ഇന്നുണ്ടായി. PC ജോർജ് ഇന്ന് വളരെ അധിക്ഷേപകരമായിട്ടാണ് എല്ലാ മെത്രാന്മാരെ അല്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ടെങ്കിലും മെത്രാന്മാരെയും അതോടൊപ്പം തന്നെ സഭയെയും അദ്ദേഹം വളരെ മോശമായിട്ടാണ് ചിത്രീകരിച്ചത്. വോട്ടെടുപ്പിന് പിന്നാലെ സഭയ്ക്കെതിരെ PC ജോർജ് ഉന്നയിച്ച ആരോപണങ്ങൾ തീർത്തും വ്യാജമാണെന്ന് കത്തോലിക്ക കോൺഗ്രസ് ചൂണ്ടിക്കാട്ടി. കാഞ്ഞിരപ്പള്ളി ബിഷപ്പ് ചില സ്ഥലങ്ങളിൽ UDFന് വോട്ട് ചെയ്യാൻ നിർദ്ദേശിച്ചു എന്നായിരുന്നു ജോർജിന്റെ അടിസ്ഥാനരഹിതമായ ആരോപണം. എന്നാൽ ഈ ആരോപണങ്ങൾ പൂർണ്ണമായും അടിസ്ഥാനരഹിതമാണെന്ന് സംഘടന വ്യക്തമാക്കി. അതോടൊപ്പം തന്നെ PC ജോർജ് ആയിക്കോട്ടെ ഈ പറയുന്ന ദീപിക പത്രത്തിനെതിരെ ആഞ്ഞടിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത്. മാധ്യമ പ്രവർത്തനത്തിന് നേരെയുള്ള ഒരു കടന്നുകയറ്റമായിട്ടാണ് അതിനെ മാധ്യമ പ്രവർത്തകർ വിശേഷിപ്പിച്ചിട്ടുള്ളത്. മെത്രാന്മാർക്ക് പുറമെ സഭയുടെ മുഖപത്രമായ ദീപയ്ക്കെതിരെയും PC ജോർജിന്റെ മകൻ ഷോൺ ജോർജും വിമർശനം ഉന്നയിച്ചു. വിവാദമായ FCRI ബില്ലുമായി ബന്ധപ്പെട്ട് ജോർജ് പ്രകോപനപരമായ പരാമർശമാണ് നടത്തിയത്. ബില്ലിൽ പ്രതിഷേധമുള്ളവർക്ക് വീട്ടിൽ പോയി ഇരിക്കാമെന്നായിരുന്നു അദ്ദേഹത്തിന്റെ മറുപടി. വളരെ ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള പ്രസ്താവനകൾ തന്നെയാണ് PC ജോർജും ഷോൺ ജോർജും ഈ കഴിഞ്ഞ കാലങ്ങളിൽ ഉന്നയിച്ചിട്ടുള്ളത് സഭയ്ക്കെതിരെ എന്നുള്ള കാര്യത്തിൽ സംശയമില്ലാത്തതാണ്. അത് സഭയുടെ കത്തോലിക്ക കോൺഗ്രസ് ഇപ്പോൾ അതിനെല്ലാം നല്ല ചുട്ട മറുപടി നൽകിയെന്ന് നമുക്ക് പറയാൻ സാധിക്കുന്ന വിധത്തിൽ ഇതിനെല്ലാം തന്നെ മറുപടി നൽകിയിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പിൽ പാലായിലും പൂഞ്ഞാറിലും ക്രൈസ്തവ സഭ തന്നോടൊപ്പം നിന്നില്ലെന്ന നിരാശയാണ് ഇത്തരം വിമർശങ്ങൾക്ക് പിന്നിലെന്നാണ് റിപ്പോർട്ടുകൾ. തന്റെ രാഷ്ട്രീയ തിരിച്ചടികൾക്ക് സഭയെയും മെത്രാന്മാരെയും പഴിക്കുന്ന രീതിയാണ് ജോർജ് ഇപ്പോൾ സ്വീകരിക്കുന്നത്. എന്നാൽ വ്യാജ ആരോപണങ്ങളിലൂടെ സഭയെയും നേതൃത്വത്തെയും അപകീർത്തിപ്പെടുത്താൻ ശ്രമിക്കുന്നത് അനുവദിക്കില്ലെന്ന കർശന നിലപാടിലാണ് കത്തോലിക്ക കോൺഗ്രസ് ഉറച്ചു നിൽക്കുന്നത്. PC ജോർജിന്റെ നിലപാടുകൾക്കെതിരെ വിശ്വാസികൾക്കിടയിലും വലിയ പ്രതിഷേധം ഇപ്പോൾ ഉയരുന്നു എന്നുള്ള വാർത്തയാണ് പുറത്തു വരുന്നത്. PC ജോർജ് മുൻപും ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ നടത്തിയിട്ടുണ്ട്. അവസാനം അത് പിൻവലിക്കാറുണ്ട്. അതേപോലെ തന്നെയുള്ള ഒരു പ്രസ്താവനയായിട്ട് ഇതിനെയും നമുക്ക് കാണാൻ സാധിക്കത്തുള്ളൂ. PC ജോർജ് ഇത് പറയാനുണ്ടായ സാഹചര്യവും അല്ലെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം വസ്തുതയാണോ എന്നുള്ള കാര്യം പൊതുസമൂഹം പരിശോധിക്കേണ്ടതാണ്. എത്രമാത്രം സഭയുമൊക്കെ വിശ്വാസികളുമൊക്കെ രാഷ്ട്രീയത്തിൽ കൈകടത്തുന്നു എന്നുള്ള കാര്യമൊക്കെ പൊതുസമൂഹത്തിന് വിട്ടു നൽകുകയാണ്. നിങ്ങൾ പരിശോധിക്കുക. ഇതാണ് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയായി ഇന്ന് വന്നത്. നന്ദി.